ഹായ് ദോസ്തോ നമസ്കാർ. ഡെയിലി ഹിന്ദി വിത്ത് ഹിന്ദി പ്ലസിൻ്റെ 35th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അലി അസ്കർ, हिंदी प्लस लैंग्वेज एकेडमी कोर्स कोऑर्डिनेटर. हाय, मेरा नाम दिया है और मैं हिंदी प्लस एकेडमी की ट्रेनर हूँ. तो आज के क्लास में हम देखने वाले हैं कि बैंक जाते वक्त एक बैंक अकाउंट होल्डर और बैंक स्टाफ के बीच में कैसी बातें होती है. ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അവിടുത്തെ ഒരു ബാങ്ക് സ്റ്റാഫുമായിട്ടൊരു നമ്മളൊരു അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ടി അവിടെ പോയി കഴിഞ്ഞിട്ട് അവരുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു ആശയമാണ് ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ മുൻപ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അവിടുത്തെ സ്റ്റാഫുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു ആശയമാണ് ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ നമ്മൾ ഒരു ബാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ചോദിക്കും, സ്റ്റാഫ് നമ്മളോട് ചോദിക്കുകയാണ്, വരൂ സാർ, താങ്കൾക്ക് എന്താണ് വേണ്ടത്? आइए सर, आपको क्या चाहिए? आइए सर, आपको क्या चाहिए? ആയിയെ സർ, ആപ്കോ ക്യാ ചാഹിയെ? വരൂ സാർ, താങ്കൾക്ക് എന്താണ് വേണ്ടത്? എനിക്ക് ഒരു അക്കൗണ്ട് തുടങ്ങണം, ഇവിടെ ഒരു അക്കൗണ്ട് തുടങ്ങണം. मुझे यहाँ एक अकाउंट स्टार्ट करना है. मुझे यहाँ एक अकाउंट स्टार्ट करना है. മുച്ചേ യഹാമേക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് കർണ ഹെ, എനിക്കൊരു അക്കൗണ്ട് തുടങ്ങണം. താങ്കൾക്ക് കറണ്ട് അക്കൗണ്ട് ആണോ സേവിങ്സ് അക്കൗണ്ട് ആണോ വേണ്ടത്? आपको करंट अकाउंट या सेविंग्स अकाउंट चाहिए. आपको करंट अकाउंट या सेविंग्स अकाउंट चाहिए. ഓക്കെ, എനിക്ക് സേവിങ്സ് അക്കൗണ്ട് ആണ് വേണ്ടത്. मुझे सेविंग्स अकाउंट चाहिए. मुझे सेविंग्स अकाउंट चाहिए. സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാൻ എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്? सेविंग्स अकाउंट शुरू करने के लिए कौन कौन सी डॉक्यूमेंट्स की ज़रूरत है? सेविंग्स अकाउंट शुरू करने के लिए कौन कौन सी डॉक्यूमेंट्स की ज़रूरत है? ഓക്കെ, സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാൻ എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത്? 2 ഫോട്ടോയും ഒരു ID പ്രൂഫും 500 രൂപയുമാണ് വേണ്ടത്. 2 फोटो ID प्रूफ और 500 रुपए की ज़रूरत है. 2 फोटो ID प्रूफ और 500 रुपए की ज़रूरत है. ജരൂരത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യം, അതാണ് ആവശ്യമുള്ളത് എന്നാ പറയുന്നത് കേട്ടോ. ജരൂരത്ത് ഹെ, ആവശ്യമുള്ളത്. ഓക്കെ, അക്കൗണ്ട് ആക്റ്റീവ് ആവാൻ എത്ര ദിവസം എടുക്കും? अकाउंट एक्टिव करने के लिए कितने दिन लगेंगे? अकाउंट एक्टिव होने के लिए कितने दिन लगेंगे? ഒരു 3-4 ദിവസം എടുക്കും. कम से कम 3 या 4 दिन लगेंगे. कम से कम 3 या 4 दिन लगेंगे. താങ്കൾക്ക് വേറെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? क्या आपका किसी दूसरे बैंक में अकाउंट है? क्या आपका किसी दूसरे बैंक में अकाउंट है? ക്യാ ആപ്ക കിസി ദൂസരെ ബാങ്ക് മേ അക്കൗണ്ട്? താങ്കൾക്ക് വേറെ ഏതെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? ഇല്ല, എനിക്ക് വേറെ ബാങ്കിൽ ഇല്ല. नहीं, मेरा दूसरे बैंक में अकाउंट नहीं है. എനിക്ക് മുൻപ് ഇവിടെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. मुझे पहले यहाँ एक अकाउंट है. मेरा पहले यहाँ एक अकाउंट है. मेरा पहले यहाँ एक अकाउंट है. ഓക്കെ, അത് ഇപ്പോൾ ആക്റ്റീവ് ആണോ എന്ന് അറിയില്ല. मुझे नहीं पता कि वो अब एक्टिव है या नहीं. मुझे नहीं पता कि वो अब एक्टिव है या नहीं. ഓക്കെ, അത് ആക്റ്റീവ് ആണോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. मुझे चेक करना है कि वो एक्टिव है या नहीं. मुझे चेक करना है कि वो एक्टिव है या नहीं. ഓക്കെ, ഇല്ല, ഇത് ആക്റ്റീവ് അല്ല. नहीं, ये एक्टिव नहीं है. नहीं, ये एक्टिव नहीं है. ഓക്കെ, എൻ്റെ അടുത്ത് ഇപ്പോൾ ഫോട്ടോ ഇല്ല. ഞാൻ ഫോട്ടോയും ഡോക്യുമെൻസുമായിട്ട് നാളെ വരാം. मेरे पास अब फोटो नहीं है. कल मैं डॉक्यूमेंट्स और फोटो लेके आऊँगा. ഓക്കെ, കൽ മേം ഫോട്ടോ ലേക്ക് ആവുങ്ക. ഇവിടെ കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ കൽ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ 2 മീനിങ് ഉണ്ട് അല്ലേ. നമ്മൾ പാസ്റ്റിൽ നമ്മൾ പറയുമ്പോൾ ഇന്നലെ എന്നാണ് വരിക, ഫ്യൂച്ചറിൽ പറയുമ്പോൾ നാളെ എന്നാണ് വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ എൻ്റെ അച്ഛൻ നാളെ മുംബൈയിൽ നിന്ന് വരും എന്നെങ്ങനെയാണ് പറയുക? मेरे पापा कल मुंबई से आएंगे. मेरे पापा कल मुंबई से आएंगे. ആയെങ്കെ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ടെൻസിലാണ് നമ്മൾ ഈ ആയെങ്കെ ജായെങ്കെ എന്നൊക്കെ ഉള്ളത് യൂസ് ചെയ്യാറ്. അപ്പോൾ അവിടെ നമ്മൾ കൽ എന്നുള്ളതിൻ്റെ മീനിങ് വരുന്നത് ആയെങ്കെ എന്ന് വരുമ്പോൾ ഫ്യൂച്ചർ ആയതുകൊണ്ട് വരും എന്നാണ്. എൻ്റെ പപ്പ ഇന്നലെ മുംബൈയിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ मेरे पापा कल मुंबई से आए थे. मेरे पापा कल मुंबई से आए थे. കൽ മുംബൈ സെ ആയേ ധേ, വന്നിരുന്നു എന്നാണ്. അപ്പോൾ അവിടെ പാസ്റ്റിലാണ് നമ്മൾ കൽ യൂസ് ചെയ്യുന്നത്. ഹിന്ദിയിൽ ചില ആളുകൾക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു വേർഡാണ് ഈ കൽ എന്ന് പറയുന്നത്. ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന് അല്ലേ, ആജ് ഇന്ന്, ഇന്ന് എന്നാണ് ആജ് എന്ന് പറയുന്നത്. കൽ എന്ന് പറയുമ്പോൾ ഇന്നലെ അല്ലെങ്കിൽ നാളെ.
ഓക്കെ, നമുക്ക് കോൺവെർസേഷനിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് നിങ്ങൾ നൽകുന്നത്? अकाउंट ओपन करने से तुम लोग क्या क्या फैसिलिटीज दोगे? अकाउंट ओपन करने से तुम लोग क्या क्या फैसिलिटीज दोगे? ഓക്കെ, ഞങ്ങൾ ചെക്ക് ബുക്കും ATM കാർഡുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. हम चेकबुक और ATM कार्ड दे सकते हैं. हम चेकबुक और ATM कार्ड दे सकते हैं. ഞാൻ നാളെ ഡോക്യുമെൻസുമായിട്ട് വരാം. मैं कल डॉक्यूमेंट्स लेके आऊँगा. मैं कल डॉक्यूमेंट्स लेके आऊँगा. ഓക്കെ, ഇതേപോലെ വളരെ ഈസി ആയിട്ട് ഏതൊരു സാധാരണക്കാർക്കും ഹിന്ദി തീരെ അറിയാത്ത ആളുകൾക്ക് പോലും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളെ മുൻപുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുള്ളത്. സാധാരണ നിങ്ങളോട് പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഇതിൻ്റെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഏതൊരാൾക്കും ഹിന്ദി സംസാരിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ നമ്മളെ വീഡിയോസ് വേഗം തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് കൂടുതൽ ഹിന്ദി ലെസൺസ് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ അഡ്മിഷൻ കൗൺസിലേഴ്സായിട്ട് നിങ്ങൾ സംസാരിക്കും.